ബാലൻ അവനൊരു കാലൻ പുളുവടി വീരൻ. ഈ പാട്ട് എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഓർമ്മ വന്നു. മറ്റൊന്നുമല്ല കേട്ടോ, നമ്മുടെ ബാലൻ സഖാവ് വീണ്ടും പിണറായിക്ക് വേണ്ടി ക്യാപ്സ്യൂളുമായി എത്തിയിട്ടുണ്ട്. എന്തെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് വാ തുറക്കാനും ഓരോ കാരണം, പ്രാർത്ഥിക്കാൻ ഓരോ കാരണം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഭയങ്കര കോപത്തിലാണ് സഖാവ്. പിണറായിയുടെ വിദേശ യാത്രയെക്കുറിച്ച് സുധാകരണ്ണൻ എന്തൊക്കെയോ പറഞ്ഞെന്ന് പോലും. എന്നാലും എൻ്റെ ബാലൻ സഖാവെ ഇമ്മാതിരി തള്ളൊന്നും തള്ളരുത്. സത്യത്തിൽ നിങ്ങൾ മുഖ്യൻ്റെ അന്തകനാണോ? അല്ല ബാല, നിങ്ങൾക്ക് എപ്പോഴാ ദൈവമൊക്കെ ഉണ്ടായേ മുഖ്യന് വിശ്രമിക്കാനായിട്ട്? നിങ്ങളൊക്കെ വിപ്ലവം ജയിക്കട്ടെ ആൾക്കാരല്ലേ? പറഞ്ഞു വന്നത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പരാമർശത്തെക്കുറിച്ചാണ്. സുധാകരന്റെ മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ചുള്ള സംശയം എന്തോ അത്രയ്ക്ക് അങ്ങ് രസിച്ചില്ല ബാലണ്ണന്. അപ്പോ തുടങ്ങിയ ചൊറിച്ചിലാണ്. 1.25 ലക്ഷത്തോളം രൂപ പ്രതിമാസം ശമ്പളമുള്ള മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോകാൻ എവിടെ നിന്നാണ് പണമെന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അർത്ഥമൊക്കെ ഉണ്ട് ബാലൻ സഖാവേ. പൊതുജനം, അല്ല, നിങ്ങൾ കഴുതകൾ എന്ന് വിളിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരുടെയും നികുതിപ്പണം കൊണ്ടാണ് ആ ശമ്പളം മുഖ്യനും നിങ്ങളുമൊക്കെ എണ്ണി എണ്ണി വാങ്ങുന്നത്. എന്നിട്ട് ഞങ്ങളെ വഴിയാധാരമാക്കി പോയാൽ ചോദിക്കണ്ടേ? അതിനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ഇതിന് ചിലപ്പോൾ സുധാകരൻ്റെ അനുമതിയില്ല, ഈയുള്ള ഞങ്ങളുടെ അനുമതി വേണ്ടേ? അതല്ലേ മര്യാദ. പിന്നെ എന്തോന്നാ പറഞ്ഞത്? 6 ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കിയ ദൈവം 7-ാം ദിനം വിശ്രമിച്ചെന്നും അല്ലേ? പണിയെടുത്തവൻ വിശ്രമിച്ചോട്ടെ ബാലൻ സഖാവേ, ഒരു ബുദ്ധിമുട്ടുമില്ല. കട്ടുമുടിച്ച മുഖ്യന് എന്തിനാണ് വിശ്രമം എന്നാണ് മനസ്സിലാവാത്തത്. പറ, എന്തിനാണ് വിശ്രമം? എന്തൊക്കെ പദ്ധതികൾ കക്കാനും മോഷ്ടിക്കാനും വേണ്ടി ഉണ്ടാക്കാമോ അതൊക്കെ ചെയ്യും. എന്നിട്ടിപ്പോൾ വിശ്രമിക്കണം പോലും. എന്നിട്ടും വിട്ടിട്ടില്ല ബാലൻ സഖാവ്. പിന്നെയും ഉദാഹരിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിലുള്ള ഒരു കർഷക തൊഴിലാളി കുഞ്ഞിക്കണാരനുണ്ട്. ചൈന സന്ദർശിച്ചിട്ട് ഈ അടുത്ത കാലത്താണ് തിരിച്ചു വന്നത്. ഇപ്പോൾ എത്ര കുഞ്ഞിക്കണാരന്മാർ ചൈനയിൽ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഇതൊരു വിദേശയാത്രയ്ക്ക് പോകുന്നതിന് അത്ര കാശ് വേണോ? മാത്രമല്ല 92,000 രൂപ പ്രതിമാസം വരുമാനമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എവിടുന്നാ കാശ് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം? TA കൂടി കൂട്ടിയാൽ അദ്ദേഹത്തിന് 1.25 ലക്ഷം രൂപ എന്തായാലും ശമ്പളം കാണും. അല്ലേലും ഇതൊന്നും ഒരു തെറ്റല്ല മുതലാളി, ഇതൊക്കെ ഞങ്ങളുടെ തെറ്റാണ്. ഒന്നുകൊണ്ട് പഠിക്കാഞ്ഞിട്ട് രണ്ടാമതും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ കുത്തി ചൂണ്ടുവിരലിൽ മഷി പുരട്ടി സഖാവേ. ഇനി ഒരിക്കൽ കൂടി അത് ആവർത്തിക്കില്ല. പക്ഷെ എന്തരോ, നിങ്ങൾ കിറ്റും പെൻഷനും തരുമ്പോൾ മറുകണ്ഠം ചാടുന്ന ചില പൈലുകളുണ്ട്. ഐറ്റുങ്ങളെ കൊണ്ട് ഒന്നും പറയണ്ട. അവരെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾക്കൊന്നും പറയാനുമില്ല. എന്നിട്ടും നിർത്തിയിട്ടില്ല കേട്ടോ ബാലൻ. സുധാകരണ്ണൻ്റെ യാത്രകളുടെ കുറ്റങ്ങളെക്കുറിച്ച് പുലമ്പുകയും ചെയ്തിട്ടുണ്ട്. സുധാകരൻ നടത്തിയ യാത്രകളെക്കുറിച്ചൊന്നും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആലയിൽ നിന്നിറങ്ങിയ പശുവിനെ പോലെയും കുട്ടികളെ പോലെയും എന്നാണ് സുധാകരൻ പറഞ്ഞത്. ആ പറഞ്ഞതിനൊന്നും മറുപടി ഇല്ലാഞ്ഞിട്ടല്ലോ ബാലൻ സഖാവിൻ്റെ കയ്യിൽ. അദ്ദേഹം കുറേ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ആ യാത്രകളുടെ അനുഭവം വച്ചിട്ടാണ് അദ്ദേഹത്തിന് സംശയം കുടുങ്ങിയത്. അപ്പോൾ ഒരു സംശയം, നിങ്ങൾ സഖാക്കളിൽ ആരൊക്കെയോ സ്വപ്നേച്ചിയെ കൊണ്ട് യാത്രയൊക്കെ പോകാനൊക്കെ സ്വപ്നം കണ്ടിട്ടില്ലേ? സ്വന്തം കാലിലെ മന്ത് കാണാതാണോ ഫാല മറ്റുള്ളവരുടെ മന്തിനെ കുറിച്ച് പറയുന്നത്? സന്ദർശനത്തിൻ്റെ വിശദാംശങ്ങളെല്ലാം വേണമെന്നാണ് പറയുന്നത്. അതിലെന്താ തെറ്റ്? മുഖ്യം പോയി കഴിഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം വരും, ഏത് ഹോട്ടലിലാണ് താമസിച്ചത്? സിംഗിൾ റൂമാണോ ഡബിൾ റൂമാണോ? ഇവരെയൊക്കെ ഒന്നായിട്ടാണോ താമസിച്ചത്? ഇതിനെല്ലാം ആര് മറുപടി പറയാൻ കിട്ടും? ഇത്ര പരിഹാസ്യമായ കാര്യത്തിൻ്റെ കൂടെ ദയവ് ചെയ്ത് നിങ്ങൾ പോകരുത്. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് ബാലൻ സഖാവ് അപേക്ഷിച്ചു. ഇത് കേട്ടപ്പോൾ ബാലൻ സഖാവെ ഒരു സംശയമുണ്ട്. ഈ ഡബിൾ റൂമാണോ സിംഗിൾ റൂമാണോ എന്നൊക്കെ നമ്മളാരും ചോദിച്ചിട്ടില്ല കേട്ടാ. അപ്പോൾ ബാലൻ സഖാവ് അല്ലേ ഇതൊക്കെ ഓർത്ത് ഒരു ഉൾപ്പുളകം കൊണ്ടത് അല്ലേ? നന്ദി.